സംസ്ഥാന കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താത്തതിനെ തുടർന്ന് സിപിഐഎം നേതൃത്വത്തെ പരസ്യമായി വിമർശിച്ച എ പത്മകുമാറിനെതിരെ നടപടിയുണ്ടാകും. പത്മകുമാറിൻ്റേത് സംഘടനാപരമായി തെറ്റായ പ്രതികരണം ആയിരുന്നു എന്ന്, അതോടൊപ്പം തന്നെ ഇക്കാര്യം പാർട്ടി പരിശോധിക്കുമെന്നും സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു. പാർട്ടി കോൺഗ്രസിന് ശേഷം ആയിരിക്കും നടപടി. സംസ്ഥാന സമിതിയിൽ തന്നെ ഉൾപ്പെടുത്താത്തതും മന്ത്രി വീണ ജോർജിനെ പ്രത്യേക ക്ഷണിതാവാക്കിയതുമായിരുന്നു പത്മകുമാറിനെ ചൊടിപ്പിച്ചത്. 52 വർഷത്തെ തന്റെ പാർട്ടി പാരമ്പര്യവും 9 വർഷത്തെ വീണ ജോർജിന്റെ പാർട്ടി ബന്ധവും താരതമ്യം ചെയ്തായിരുന്നു നേതൃത്വത്തിനെതിരെ പത്മകുമാർ ആഞ്ഞടിച്ചത്. ആദ്യ ദിവസങ്ങളിലെ പ്രതികരണം പിന്നീട് മയപ്പെടുത്തിയ പത്മകുമാർ ചെയ്ത തെറ്റിന് ശിക്ഷയനുഭവിക്കാൻ തയ്യാറാണ് എന്നും പറഞ്ഞിരുന്നു. എന്നാൽ സംഘടനാപരമായി ഗുരുതരമായ വീഴ്ചയാണ് മുതിർന്ന നേതാവ് കൂടിയായ പത്മകുമാറിന്റെ ഭാഗത്തു നിന്നുണ്ടായത് എന്ന വിലയിരുത്തലിലാണ് സിപിഐഎം. അതുകൊണ്ട് തന്നെ നടപടിയുണ്ടാകുമെന്ന് തീർത്തു പറയുകയാണ് സംസ്ഥാന സെക്രട്ടറി. പാർട്ടിക്കകത്തും സംഘടനക്കകത്തും പറയേണ്ട കാര്യങ്ങൾ പരസ്യമായിട്ട് പറഞ്ഞു എന്നുള്ളത് പാർട്ടിക്കകത്ത് സംഘടനാപരമായ തെറ്റായ നിലപാടാണ്. ആ നിലപാട് സ്വീകരിച്ചവരാരൊക്കെയുണ്ടോ അവർക്കെല്ലാം എതിരായിട്ട് ശരിയായ സംഘടനാപരമായ നിലപാട് സ്വീകരിച്ചു പോകും പാർട്ടി. ഇവിടെ എത്ര വർഷക്കാലം പ്രവർത്തിച്ചു എന്നുള്ളതല്ല പ്രധാനമായിട്ടും പാർട്ടി കാണുന്നത്. പഴയ നേതാക്കളും വേണം, പുതിയ നേതാക്കളും അല്ലെങ്കിൽ സഖാക്കളും ചേർന്നിട്ടുള്ള ഒരു കൂട്ടായ നേതൃത്വമാണ് പാർട്ടി ഉദ്ദേശിക്കുന്നത്. എല്ലാവരും കൂട്ടായിട്ട് ബോധ്യപ്പെടുക വേണ്ടേ? ചിലയാൾക്ക് ബോധ്യം ഉണ്ടാവില്ല, അത് ഉണ്ടാക്കും. സിപിഐഎമ്മിന്റെ മുതിർന്ന നേതാക്കൾ ഇടപെട്ടാണ് പത്മകുമാറിനെ അനുനയിപ്പിച്ചത്. ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം വീട്ടിലെത്തി പത്മകുമാറുമായി സംസാരിച്ചു. ബിജെപിയിലേക്ക് ക്ഷണിച്ച് ജില്ലാ നേതൃത്വം വീട്ടിലെത്തിയെങ്കിലും പത്മകുമാർ പരസ്യമായി തള്ളിപ്പറഞ്ഞു. സിപിഐഎം വിട്ട് എങ്ങോട്ടേക്കുമില്ലെന്ന് പറഞ്ഞ പത്മകുമാറിനെതിരെ സംഘടനാ നടപടി ഉറപ്പാണ് എങ്കിലും കടുത്ത നടപടിയിലേക്ക് പോയേക്കില്ല. ന്യൂസ് 18 തിരുവനന്തപുരം. വാർത്തയുടെ വിശദാംശങ്ങളുമായി വി അരുണാണ് ചേരുന്നത്. അരുൺ, പത്മകുമാർ മാത്രമായിരുന്നില്ല, എൻ സുകന്യ, പി ജയരാജൻ, ഏറ്റവും ഒടുവിൽ കടകംപള്ളി സുരേന്ദ്രന്റെ ഭാഗത്ത് നിന്നടക്കം പരോക്ഷമായെങ്കിലും അതൃപ്തികൾ പ്രകടമായതാണ്. പക്ഷേ അവിടെയൊക്കെ അവർക്ക് അതിൽ പ്രതിരോധം തീർക്കുവാനുള്ള സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. പക്ഷേ പത്മകുമാറിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല. വളരെ കൃത്യമായി വിയോജിപ്പ് സോഷ്യൽ മീഡിയയിലൂടെ രേഖപ്പെടുത്തി പിന്നീട് മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോഴടക്കം പാർട്ടിയെ തള്ളിപ്പറഞ്ഞു. അതിനുശേഷമാണ് അദ്ദേഹം തിരുത്തലിന് വിധേയമായത്. പാർട്ടി നടപടി ഉണ്ടായാൽ അത് സ്വീകരിക്കാൻ ഒരുക്കമാണ് എന്ന് അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട്. ഈ നടപടി ഉണ്ടാകുമെന്ന് എം വി ഗോവിന്ദൻ പറയുമ്പോൾ ആ നടപടി എപ്പോഴേക്കാണ് പ്രതീക്ഷിക്കേണ്ടത്? അത് കടുത്തൊരു നടപടിയാകാനുള്ള സാധ്യത കാണുന്നുണ്ടോ? അഭിലാഷ്, പി ജയരാജൻ പാർട്ടിക്കുള്ളിലാണ് തന്റെ എതിർപ്പ്, തന്റെ വ്യത്യസ്ത അഭിപ്രായം രേഖപ്പെടുത്തിയത്. മേഴ്സിക്കുട്ടി അമ്മയെ അന്ന് സംസ്ഥാന സമിതി കൊല്ലത്ത് ഈ പുതിയ സെക്രട്ടേറിയറ്റ് തിരഞ്ഞെടുക്കാനായി പാനൽ വെക്കാൻ ചേർന്ന സംസ്ഥാന സമിതി യോഗത്തിൽ പറഞ്ഞിരുന്നു. പക്ഷേ അതിനപ്പുറത്തേക്ക് പി ജയരാജൻ മേഴ്സിക്കുട്ടി അമ്മയൊന്നും പാർട്ടിക്ക് പുറത്ത് മാധ്യമങ്ങളിലോ സാമൂഹ്യ മാധ്യമങ്ങളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പൊതുയോഗങ്ങളിലോ ഒന്നും ഒരു തരത്തിലുള്ള അനിഷ്ടവും പ്രകടിപ്പിച്ചിട്ടില്ല. പക്ഷേ പത്മകുമാറിന്റെ ഭാഗത്തുണ്ട് അങ്ങനെയല്ല. പത്മകുമാർ അതിരൂക്ഷ വിമർശനം ആദ്യം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ചതി തുടങ്ങിയ പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വീണ ജോർജിന്റെ സംസ്ഥാന സമിതി പ്രവേശം ചോദ്യം ചെയ്തുകൊണ്ടുള്ള പ്രതികരണം ആദ്യം പത്മകുമാർ സാമൂഹ്യ മാധ്യമങ്ങളിൽ, പിന്നീട് എല്ലാ മാധ്യമങ്ങളിലും അദ്ദേഹം അത്തരം പ്രതികരണം നടത്തിയിരുന്നു. പാർട്ടി തന്റെ പ്രവർത്തന പാരമ്പര്യം പരിഗണിച്ചില്ല. 9 വർഷം മാത്രം സിപിഎമ്മുമായി ബന്ധമുള്ള വീണ ജോർജിനെ സംസ്ഥാന സമിതി ക്ഷണിതാവാക്കി. അത് അനീതിയാണെന്ന നിലപാട് തുറന്നു പറഞ്ഞു. എന്ത് നടപടിയും പാർട്ടി എടുത്തോട്ടെ, സ്വീകരിക്കാൻ തയ്യാറാണ് എന്നും പറഞ്ഞു. പിന്നീട് ബിജെപി നേതാക്കളടക്കം പത്മകുമാറിനെ വീണ്ടെത്തി കണ്ട് ബിജെപിയിലേക്ക് ക്ഷണിച്ചു. എന്നാൽ അതിനുശേഷം സിപിഎമ്മിന്റെ മുതിർന്ന നേതാക്കൾ ഇടപെട്ടു എന്നാണ് മനസ്സിലാക്കാൻ. എ കെ ബാലൻ അടക്കമുള്ള നേതാക്കൾ സംസാരിച്ചിരുന്നു പത്മകുമാറിനോട്. സിപിഎമ്മിന്റെ ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം വീട്ടിലെത്തി പത്മകുമാറിനെ കണ്ടു. അങ്ങനെയാണ് പാർട്ടിക്ക് വിരുദ്ധമായി, പാർട്ടി നിലപാടിന് വിരുദ്ധമായി, പാർട്ടി രീതിക്ക് വിരുദ്ധമായി സംസാരിച്ച് തെറ്റായിപ്പോയി. അതിൽ പാർട്ടി തരുന്ന ഏത് നടപടിയും സ്വീകരിക്കാൻ തയ്യാറാണ്, ഞാൻ എപ്പോഴും പാർട്ടിക്കാരനെ തന്നെ തുടരുമെന്ന നിലപാടുമായി പത്മകുമാർ നിലപാട് മയപ്പെടുത്തി രംഗത്ത് വന്നത്. അതുകൊണ്ടുകൂടിയാകാം ഒരുപക്ഷെ പത്മകുമാർ നടപടി ഉണ്ടാകുമെന്നും അത്രയൊരു കടുത്ത നടപടിയിലേക്ക് പോകില്ല എന്ന സൂചനകൾ സിപിഎം നേതാക്കൾ നൽകുന്നത്. പക്ഷേ എം വി ഗോവിന്ദൻ വ്യക്തമായി പറയുന്നു, പത്മകുമാറിന്റെ ഭാഗത്തുണ്ടായത് സംഘടനാ വിരുദ്ധമായ നടപടി തന്നെയാണ്. പാർട്ടിക്കെതിരെ പരസ്യമായ രംഗത്ത് വന്നത് നടപടി അർഹിക്കുന്ന കാര്യം തന്നെയാണ്. ആ നടപടി ഉചിതമായ നടപടി ഉണ്ടാകുമെന്ന് സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കുന്നു. ഇപ്പോൾ ഇനി സിപിഎം പാർട്ടി കോൺഗ്രസിലേക്ക് കടക്കുകയാണ്. മധുരയിൽ 2-ാം തീയതി മുതൽ അടുത്ത മാസം 2-ാം തീയതി മുതൽ 6-ാം തീയതി വരെ പാർട്ടി കോൺഗ്രസ് ആണ്. അതിനുശേഷമാകാം ഇത്തരം നടപടികളിലേക്കും സംഘടനാ ചർച്ചകളിലേക്കും സിപിഎം കടക്കുക. ജില്ലാ സെക്രട്ടേറിയറ്റുകൾ രൂപീകരിക്കാനുണ്ട്. ജില്ലാ കമ്മിറ്റികൾ മാത്രമാണ്
സമ്മേളനം തിരഞ്ഞെടുത്തത്. അങ്ങനെ ജില്ലാ സെക്രട്ടറി രൂപീകരണ കാലയളവിൽ ഒരുപക്ഷെ ഈ നടപടി ചർച്ചകളിലേക്കും CPM കടന്നേക്കാം. അതിൽ പ്രത്യക്ഷത്തിൽ പാർട്ടിയെ വെല്ലുവിളിച്ച് വന്നത് പത്മകുമാർ മാത്രമാണ്. പത്മകുമാറിന് നടപടി ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. അതൊരു കടുത്ത നടപടിയിലേക്ക് പോകാതിരിക്കാനുള്ള ഇടപെടലൊക്കെ നേതാക്കൾ നടത്തുന്നുണ്ട്. അങ്ങനെയെങ്കിൽ താക്കീതോ ചുരുങ്ങിയ ശിക്ഷയിൽ പത്മകുമാറിന്റെ ഈ അച്ചടക്ക ലംഘനം ഒതുക്കാം. അല്ലെങ്കിൽ MV ഗോവിന്ദന്റെ നിലപാട് പൂർണ്ണമായും പാർട്ടി സ്വീകരിക്കുകയാണെങ്കിൽ ശക്തമായ നടപടിയിലേക്ക് പോകാൻ ഇടയുണ്ട്. ശരി, അവിടെ ഒരു കാര്യം കൂടിയായിരുന്നു ഈ സൂചിപ്പിക്കുന്ന പോലെ മറ്റു നേതാക്കളിൽ നിന്ന് വ്യത്യസ്തമായി പത്മകുമാറിനോട് പലപ്പോഴായി പാർട്ടിക്ക് അതൃപ്തി തോന്നിയിട്ടുള്ള ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇതിനു മുമ്പും ഇത്തരത്തിൽ പത്മകുമാറിന്റെ ഭാഗത്ത് നിന്ന് ചില പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരു ഘട്ടത്തിൽ പത്മകുമാർ പാർട്ടി വിട്ടേക്കുമെന്നും ഒരുപക്ഷെ BJPയുടെ ഭാഗമാകുമെന്നുമൊക്കെയുള്ള അഭ്യൂഹങ്ങൾ ശക്തമായിരുന്നു. ഈ വിവാദം ഉണ്ടായതിനു ശേഷവും BJP നേതാക്കൾ അദ്ദേഹത്തെ ബന്ധപ്പെട്ടിരുന്നു. പക്ഷെ പാർട്ടി വിട്ടു പോകില്ല എന്ന് പറയുന്ന ഒരു പശ്ചാത്തലവും കൂടിയുണ്ട്. അനഭിമതൻ എന്ന് നമുക്ക് പറയാനാവില്ല എങ്കിൽ പോലും പത്മകുമാറിന്റെ കാര്യത്തിൽ പാർട്ടിക്കുള്ള ഒരു തൃപ്തിക്കുറവ് അത് തുടർച്ചയായി ഉണ്ടാകുന്ന ഒന്നാണല്ലോ. അതിന്റെ ഒരു പ്രതിഫലനം കൂടി ഈ അച്ചടക്ക നടപടിയിൽ ഉണ്ടാകുമോ? തീർച്ചയായിട്ടും പത്മകുമാർ ആദ്യമല്ല, നേരത്തെ ശബരിമല സ്ത്രീ പ്രവേശന ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ പാർട്ടി നിലപാട് ഘടകവിരുദ്ധമായി നിലപാടെടുത്ത ആളാണ്. അന്ന് നേരത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കൂടിയായിരുന്ന പത്മകുമാർ. അപ്പോൾ തന്നെ പാർട്ടിക്ക് പത്മകുമാറിന്റെ രീതി ശരിയല്ല എന്ന ഒരു നിലപാടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ പത്മകുമാർ പോകുന്നെങ്കിൽ പുറത്ത് പൊക്കോട്ടെന്ന ആദ്യ പ്രതികരണമായിരുന്നു MV ഗോവിന്ദന്റെ ഭാഗത്തുണ്ട്. പക്ഷെ അങ്ങനെയല്ല, പത്മകുമാർ പാർട്ടിയിൽ നിന്ന് വിട്ടുപോകാൻ തയ്യാറല്ല, ആഗ്രഹിക്കുന്നതിനാണ് നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന സൂചന അനുസരിച്ച് പത്മകുമാർ CPM വിട്ടുപോകാൻ ഒരു സാധ്യതയുമില്ല. തന്നെ കാണണമെന്ന BJP നേതാക്കളെ പരസ്യമായി വിമർശിക്കുകയായിരുന്നു പത്മകുമാർ ചെയ്തത്. അങ്ങനെ എവിടെയെങ്കിലും ചെന്ന് കയറാനുള്ള രാഷ്ട്രീയ ഭിക്ഷാംദേഹിയല്ല താൻ. അങ്ങനെ തന്നെ ആരും സ്വാധീനിക്കാൻ വരേണ്ട കാര്യമില്ല. BJPയിലേക്ക് SDP പോയാലും BJPയിലേക്ക് പോകില്ല എന്നൊക്കെ പറയുന്ന നിലപാടുകൾ അദ്ദേഹം BJPക്കെതിരെ രംഗത്ത് വന്നയാളാണ്. അതുകൊണ്ട് തന്നെ അത്ര കടുത്ത നടപടിയിലേക്ക് പോകേണ്ട, അദ്ദേഹത്തെ കൂടെ നിർത്താം എന്നൊരു അഭിപ്രായമുള്ളവർ CPMനുണ്ട്. അതുകൊണ്ടാണ് സൂചിപ്പിച്ചത് ഒരുപക്ഷെ നടപടി ഉണ്ടാകും. അതൊരു കടുത്ത നടപടിയിലേക്ക് പോകാതെ താക്കീതോ ശാസനയെ പോലുള്ള അച്ചടക്ക നടപടികൾ ഒതുക്കാനാണ് സാധ്യത എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പത്മകുമാറിന് ഇനിയുള്ള ദിവസങ്ങളുടെ പ്രതികരണങ്ങൾ കൂടി വളരെ പ്രധാനപ്പെട്ടതായിരിക്കും. കാരണം പാർട്ടി കോൺഗ്രസ് മാത്രമേ ഈ ചർച്ചകളിലേക്ക് CPM കടക്കാനിടയുള്ളൂ. ഒരു കാര്യം ഉറപ്പാണ്, പത്മകുമാറിന്റെ ഭാഗത്തുനിന്ന് ഗുരുതരമായ അച്ചടക്ക ലംഘനമായി തന്നെ CPM കാണുന്നു. അത് അദ്ദേഹം ആ തെറ്റ് ഏറ്റുപറഞ്ഞ സാഹചര്യത്തിൽ ശിക്ഷയിൽ ഇളവ് വരുത്തണമോ എന്ന കാര്യമാകും CPMന്റെ സംസ്ഥാന നേതൃത്വം പ്രധാനമായും ചർച്ച ചെയ്യുക. അഭിലാഷ്, വാർത്തയുടെ വിശദാംശങ്ങളാണ് VV അരുൺ നൽകിയത്.